ജോച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി കിടക്കുന്ന എൽസുവിനാണ് ഈ കാണുന്നത്. മൊബൈലിൻ്റെ ലൈറ്റ് കണ്ടിട്ട് കണ്ണ് തുറപ്പിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അവള്. അങ്ങനെ ഇതാ ഞങ്ങളുടെ എറായത്ത് ഇങ്ങനെ എറാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി വരുന്ന മുറിയിലാണ് നമ്മൾ എറായി എന്നൊക്കെ പറയുന്നത്, ഇവിടുത്തെ ഭാഷയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനും അവളും 24 മണിക്കൂർ മാത്രം, ഒരു പണി ചെയ്യാനും സമ്മതിക്കില്ല അങ്ങനെ. അപ്പം ഞാൻ നേരത്തെ എടുത്ത് ഈ കവറിൽ തയ്പ്പിക്കാനുള്ള ഡ്രസ്സാണ്, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ജോകുട്ടനെ വിളിച്ചിട്ട് വന്നു. അവളൊന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എന്ന് ഭയങ്കര കരച്ചിലും ചിണങ്ങലും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് കടയിൽ നിന്നാണ് ഇന്ന് വൈകുന്നേരത്തെ സ്നാക്സ് മേടിച്ചത്. അപ്പോൾ 4 സുഖിയനും 2 പത്തിരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പലഹാരം ഉണ്ടാക്കാനായിട്ടുള്ള അരി ഉഴുന്നും ഒക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഒന്നിച്ച് മേടിക്കണം എന്ന് ഓർത്തിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ട് പോവുകയാണ്. അപ്പോൾ അതാ സാധനങ്ങൾ മേടിച്ച് വന്നപ്പോഴത്തേനും അവിടെ ഒരു ഫ്രീസർ ഉണ്ടെന്ന് വെച്ചേക്കുന്നുണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ അവിടെ ഉണ്ട്. എൻ്റെ പൊന്നോ, അവനത് കാണുമ്പോഴേക്കും ഒരു അമ്മ ഒരു ഐസ്ക്രീം മേടിച്ച് തരുമെന്ന് ചോദിക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഓരോ ഐസ്ക്രീം മേടിക്കും. ഒരെണ്ണമല്ല, എനിക്കും മേടിക്കും കേട്ടോ. എനിക്കും അന്നക്കും എൽസൂനല്ല ജോകൂട്ടനും 3 മേടിക്കും. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇതാ ഇന്ന് ഡിറ്റേഷൻ എടുത്തതിൻ്റെ മാർക്കൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഹിന്ദിക്ക് ഒരു 1/4 മാർക്ക് കുറഞ്ഞു. അപ്പോൾ അവൻ പറയുക സങ്കടമില്ല, എന്നാലും ഒരു വിഷമമെന്ന്.